ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് അത്തം. അപ്പൊ അതെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. കുഞ്ഞു പൂക്കളാണ് കേട്ടോ. നമുക്ക് ഓണത്തിന് വലിയ പൂക്കളിടാം, എല്ലാ വർഷത്തെ പോലെ തന്നെയും. അപ്പോൾ അത്തം പ്രമാണിച്ച് അന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഈസി ആയിട്ടുള്ള കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. അതായത് ചെറുനാരങ്ങ കിച്ചടി. അപ്പൊ ചെറുനാരങ്ങ കിച്ചടി ഒരുപാട് പേരെന്റെ അടുത്ത് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഓൾറെഡി ഞാൻ എന്റെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ചെറുനാരങ്ങ കിച്ചടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മള് ചെറുനാരങ്ങ കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 4 ചെറുനാരങ്ങ ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല പഴുത്ത ചെറുനാരങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 4 ചെറിയൊരു അളവിലാണ് തയ്യാറാക്കുന്നത്. അതൊരു 10 പേർക്ക്, സദ്യയിൽ 10 പേർക്ക് വിളമ്പാൻ പറ്റുന്ന ഒരു അളവ്. ഒരു സ്റ്റീമർ എടുക്കുക. ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിത് നല്ല സോഫ്റ്റ് ആവുന്ന വരെ, ടൈമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണേ. അപ്പൊ നമ്മുടെ ലെമൺ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓഫ് ചെയ്തിടാം. ഇനി തണുത്തതിന് ശേഷമാണ് നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മള് റെഡിയാക്കി വെച്ചിരുന്ന ചെറുനാരങ്ങ, സോഫ്റ്റ് ആക്കി വെച്ചിരുന്ന ചെറുനാരങ്ങയില്ലേ, അതിന്റെ ചൂടൊക്കെ മാറി നല്ല തണുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് മുറിച്ചെടുക്കാൻ. മുറിച്ചെടുക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അപ്പൊ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം കളയരുത് കേട്ടോ. ഇതിന്റെ ഉള്ളിലത്തെ വെള്ളം നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കണം ഒരു പാത്രത്തിലോട്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വളരെ നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇഞ്ചി കഷ്ണങ്ങളൊക്കെ അരിയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ട് ചേർത്താലും മതിയാകും. ചിലവർക്ക് അങ്ങനെ കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ലല്ലോ, അവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. പല പല ആൾക്കാരുണ്ടാവുമല്ലോ നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ നമുക്കിനി ഈ ചെറുനാരങ്ങനെ നല്ല മൂർച്ചയുള്ള കത്തിയാണ് ഉപയോഗിക്കാൻ മുറിച്ചെടുക്കാം. കുരു കളയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. കുരു ഉണ്ടെങ്കിൽ കയ്പ്പ് രസം വരും, അതുകൊണ്ട് കുരു മാറ്റി വയ്ക്കാം. നമുക്ക് വളരെ നൈസായിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ പാത്രത്തിലോട്ടങ്ങ് ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പിയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു 10 വർഷം മുമ്പ് ഞാൻ എൻ്റെ ബ്ലോഗിൽ എഴുതിയ റെസിപ്പി ആയിരുന്നു കേട്ടോ, ചെറുനാരങ്ങ കിച്ചടി. അപ്പൊ അന്നെന്ന് പറയുമ്പോൾ കുറച്ച് പേരല്ലേ നമ്മുടെ ബ്ലോഗൊക്കെ കാണാറ്, വായിക്കാറുള്ളൂ. വായന ഇല്ല, അല്ലാണ്ട് വീഡിയോ അല്ലല്ലോ. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ലതെന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ റെസിപ്പി എൻ്റെ സ്വന്തം അല്ല കേട്ടോ. ഇത് നമ്മുടെ ലക്ഷ്മി നായരുടെ റെസിപ്പിയാണ്. അതായത് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് 2006 ദുബായിലോട്ട് വന്നപ്പോൾ കുറെ കുക്ക് ബുക്കും അതുപോലെ തന്നെ അമ്മയുടെ റെസിപ്പീസ്, അനുവിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച കുറച്ച് റെസിപ്പീസ്, അങ്ങനെ എല്ലാ റെസിപ്പീസ് ആയിട്ടാണ് ദുബായിലോട്ട് വണ്ടി കയറിയത്, പ്ലെയിൻ കയറിയത്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് പരീക്ഷിക്കും. ചിലത് നന്നായി വരും, ചിലത് നന്നായി വരില്ല. അപ്പോൾ അതിന്റെ ആ പരീക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായതാണ് ഈ റെസിപ്പി കേട്ടോ. അപ്പൊ അന്ന് ഞാൻ ഉണ്ടാക്കി നന്നായി എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെയോ മനസ്സിൽ നിന്ന് വിട്ടുപോയി. പിന്നെ ആരൊക്കെയോ ഇതേപോലെ റെസിപ്പി ചോദിച്ചപ്പോഴാണ് എന്റെ ബ്ലോഗിൽ ഉണ്ടല്ലോ ഈ റെസിപ്പി എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ അതേ നമ്മുടെ ഓണത്തിന് ഇത്തവണ ചെറുനാരങ്ങ കിച്ചടിയാണ്, താങ്ക്സ് ടു ലക്ഷ്മി നായർ. അപ്പൊ അതേ ചെറുനാരങ്ങ ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഓവർനൈറ്റ് വെക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നാളെയാണ് സദ്യ എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാനും എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളത്. ചിലപ്പോൾ 2 ദിവസം പോലും വെക്കാറുണ്ട്. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് തൽക്കാലം ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിന്റെ അളവ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയാൻ പറ്റൂല, കാരണം ഇതിന്റെ ചെറുനാരങ്ങയുടെ പുളിയൊക്കെ അനുസരിച്ച് മാറ്റം വരും. ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഇതങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു 3-4 മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതിലോട്ടൊക്കെ ഉപ്പ് നന്നായി പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. പല ദിവസം വെച്ചാലും നന്നായിരിക്കും കേട്ടോ. സമയം ഉണ്ടെങ്കിൽ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ രാവിലെ തന്നെ ഇതങ്ങ് റെഡിയാക്കി വെക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി റെഡിയാക്കിയത് എടുത്തിട്ട് വരാമേ. അടച്ചു വെക്കാൻ മറക്കരുത്. അപ്പൊ അതേ ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിരുന്ന നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരല്പം മാത്രം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഇച്ചിരി ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇത് ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ തീരുമാനിക്കാം ഇനി ഉപ്പ് ചേർക്കണോ വേണ്ടെന്നുള്ള കാര്യം. അതേപോലെ തന്നെ ചേർക്കുന്ന പച്ചമുളകിന്റെ അളവും തീരുമാനിക്കാം. കാരണം ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന പച്ചമുളക് എന്ന് പറയുന്ന വ്യത്യാസം ഉണ്ടാവും എരിവിനൊക്കെ. അപ്പോൾ ആദ്യം കുറച്ചിട്ട് നോക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. 1/2 കപ്പ് തൈര് എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ടാണ് ഞാൻ ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, ചെറിയ പുളിയുള്ള തൈര് കേട്ടോ. അതിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, ഞാൻ പച്ചമുളക് മുഴുവൻ ഇടുന്നില്ല, പകുതി ഇട്ട് കൊടുക്കാം. നമുക്കൊരു 3 പച്ചമുളകോളം വളരെ നൈസാക്കി അരിഞ്ഞത് കേട്ടോ. ഞാനൊരു 6 അരിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്
നല്ല കട്ടി തേങ്ങാപ്പാലാണ്. പക്ഷെ തേങ്ങാപ്പാലാണ് ഇതിന്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. പക്ഷെ തേങ്ങാപ്പാൽ ഇല്ലാത്തവര്, തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവര്, അല്ലെങ്കിൽ അതിപ്പോ തൽക്കാലം അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തൈര് തന്നെ ചേർത്തിട്ടും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ തേങ്ങാപ്പാലാണ് അതിന്റെ രുചി. ഇപ്പൊ കട്ടി തേങ്ങാപ്പാൽ 1/4 കപ്പ് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കാണുമ്പോൾ നല്ല ലൂസായി തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല തിക്കായിട്ട് വരും. അതായത് നമുക്ക് സദ്യയിൽ വിളമ്പുമ്പോൾ ഓടിപ്പോവാത്ത രീതിയിലുള്ള കൺസിസ്റ്റൻസി ഇല്ലേ, ആ കൺസിസ്റ്റൻസിയിലോട്ട് എത്തിക്കോളും. ഇനി നമുക്കിലേക്ക് ഒരു അല്പം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരുപാടല്ല, ഒരു അല്പം മാത്രം കേട്ടോ. ആ ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെറുനാരങ്ങയുടെ ആ ഒരു ഫ്ലേവറും അടിപൊളി സംഭവമാണ് കേട്ടോ. അത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതൊക്കെ നമുക്ക് തലേദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും. തലേദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചോളൂ. കാരണം തേങ്ങാപ്പാൽ ഉള്ളത് കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണം. അതർവൈസ് നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിന്റെ രുചി നോക്കണം. അതായത് ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കണേ. എല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി നമുക്കിതിലോട്ട് കാച്ചൊഴിക്കണം. ഇതങ്ങ് മാറ്റി വെക്കാം. അതിനുവേണ്ടി ചെറിയൊരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. അതിലോട്ട് നമുക്ക് പച്ചമുളക് 2 മുറിച്ച് ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്യാം. അതിനുശേഷം 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കിച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ രുചി ഒന്ന് നോക്കിയാലോ നമുക്ക്. പിന്നെ ഞാൻ പറയാം, ഇപ്പൊ ഇച്ചിരി ലൂസായിരിക്കെങ്കിലും കുറച്ച് കഴിഞ്ഞ് നോക്കിക്കോളൂ. നല്ല അത്യാവശ്യം തിക്കായിട്ട് ഇരിപ്പുണ്ടാവേ. രുചി നോക്കട്ടെ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഈ ചെറുനാരങ്ങയും ആ പുളിയും മധുരവും എരിവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കറക്റ്റ് ആണ് കേട്ടോ. മുളക് 3 മുളക് ഇട്ടാൽ മതി. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചെറുനാരങ്ങ കിച്ചടി. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അതേപോലെ തന്നെ നമ്മുടെ ഓണം റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യണം. അതായത് നമ്മുടെ ഓണം പ്ലേലിസ്റ്റ് ഞാൻ ഇതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ അതിൽ നിങ്ങൾ നോക്കി എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴേ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഓണം പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.